വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏതാണ്ട് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ ഏതാണ്ട് ഒരു 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 തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നോട്ടബിളായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ ഡി എയുടെ ഇവിടെ കേരളത്തിൽ, അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കുകയാണ്. അതേപോലെ മറ്റ് പല പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെയും വിവരങ്ങൾ എൻ ഡി എയിലുള്ളവരുടെ വെളിയിൽ വന്നിട്ടുണ്ട്. ബി ഡി ജെ എസിൻ്റെ മാത്രം ഒരു പ്രഖ്യാപനമൊന്നും വേറെ വന്നിട്ടില്ല. ഇവിടെ ഈ കോൺഗ്രസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, യു ഡി എഫിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പേരാവൂരിലാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മത്സരിക്കുന്നത്. അപ്പോൾ മത്സരിക്കുമ്പോൾ സ്ഥാനം ഒഴിയണമെന്നൊന്നുമില്ല എന്നൊരിപ്പോൾ അങ്ങനെ ഒരു നിബന്ധനയില്ല എന്നുള്ളത് വെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് സണ്ണി ജോസഫ്. അതേപോലെ തന്നെ മിക്കവാറും ആളുകളുടെ, അതായത് ആരൊക്കെ എവിടെയൊക്കെ ആണെന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് ഒരു 1/3 30% കൊടുക്കേണ്ടതാണ്. അതൊക്കെ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം, അറിയില്ല എന്തായാലും. പക്ഷേ പലപ്പോഴും വനിതാ പ്രാതിനിധ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുമുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ശ്രീമതി KK ശൈലജ് ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടും അവർ. ഈ ശൈലജ് ടീച്ചർ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു നേതാവ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അവർ പാർട്ടി തലത്തിൽ വളരെ ഉന്നത പദവിയൊക്കെ വഹിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൽ, അതായത് ഇപ്പോൾ ഉള്ളതിന് തൊട്ട് മുമ്പുള്ള ആദ്യ ഒന്നാം പിണറായി സർക്കാരിൽ വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചവരാണ് ശൈലജ ടീച്ചർ. അതിന് സംശയമൊന്നുമില്ല. കാരണം അത് ഈ നിപ്പ വൈറസിൻ്റെ കാലത്തൊക്കെ വളരെ വലിയ ഒരു ഖ്യാതി നേടിയെടുത്തു. നിപ്പായുമായിട്ട് ഫൈറ്റ് ചെയ്തു. അതിന് വേണ്ട, അത് ശൈലജ ടീച്ചർ പോയി ചികിത്സിക്കുന്നൊന്നുമല്ല, പക്ഷേ ആ തലപ്പത്തിരുന്ന് എങ്ങനെ ഒരു ആരോഗ്യമന്ത്രി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നന്നായിട്ട് കാണിച്ചു കൊടുത്ത ഒരാളാണ് അവർ. അത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമസ്കരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അതേപോലെ തന്നെയാണ് കോവിഡ് വന്നപ്പോഴും, COVID-19 അത് വളരെ അന്ന് അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും വളരെ നല്ല രീതിയിൽ സ്തുത്യർഹമായ സേവനം ആണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചർ കാണിച്ചത്. അതിൻ്റെ ഒരു ഖ്യാതി ഗവൺമെൻറ്റിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഇങ്ങനെ വളരെ നല്ല ഉയരത്തിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആരും പാർട്ടിയിൽ ഉയരണ്ട എന്നുള്ളൊരു തീരുമാനമുള്ള ആളുകൾ ചിലപ്പോൾ കണ്ടേക്കും. പലപ്പോഴും അങ്ങനെ ചില ആളുകളെ ഒഴിവാക്കും. ഉദാഹരണമായിട്ട് ശ്രീ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ അദ്ദേഹം, അതായത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് അഴിമതിരഹിതമായിട്ട് പോയ ഒരു കാലം എന്ന് പറയുന്നത് ജി സുധാകരൻ്റെ കാലമാണ്. അദ്ദേഹം അതേപോലെ അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ നോക്കുമായിരുന്നു. അത്രയും കഴിവുള്ള വ്യക്തിത്വമാണ്. സംശുദ്ധമായ പ്രവർത്തനം, നല്ല ഒരു പാർട്ടി പ്രവർത്തകൻ, വളരെ, അതായത് നല്ല അന്തസ്സായിട്ട് മന്ത്രിയായിട്ടിരുന്ന ആളാണ്. എല്ലാം കൊണ്ടും ആ രീതിയിലുള്ള ഒരു വലിയ ഖ്യാതി നേടിയെടുത്ത ആളാണ് ജി സുധാകരൻ. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൽ വന്നപ്പോഴത്തേക്ക് ആ ഇലക്ഷൻ 2021 ഇലക്ഷനിൽ അദ്ദേഹത്തിന് മത്സരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പാർട്ടി തീരുമാനം അനുസരിച്ച് മാറിയിരുന്നു. അതേപോലെ തോമസ് ഐസക്ക് യഥാർത്ഥത്തിൽ മിടുക്കനായ മന്ത്രിയാണ്, ഒന്നും പറയാൻ ഒക്കത്തില്ല. ധനകാര്യ വിദഗ്ധനാണ്. പിന്നെ കിഫ്ബിയായിട്ടുള്ള ഇടപാടുകളിൽ വെച്ച കുറേ പേരുദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അല്ല അതിനകത്ത് കാര്യങ്ങൾ. മിടുക്കനാണ് അദ്ദേഹത്തിനെ അതേപോലെ ഒഴിവാക്കി.
ഈ അതായത് 2021 ഇലക്ഷനിൽ. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇവർ രണ്ടുപേരും അതുപോലെ ശ്രീമതി കെ ശൈലജ ടീച്ചറും മത്സരിപ്പിക്കും എന്നുള്ളതായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ ഈ ശൈലജ ടീച്ചറുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ പക്ഷേ അത് രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം തോന്നുന്നത്. കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല, ഉണ്ടെന്ന് എല്ലാവരും അങ്ങ് പറയും, എനിക്കൊന്നുമില്ല. ഇന്നിപ്പോൾ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ ഞാൻ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നത് അത് ഈ ഗവൺമെൻറ് ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷമല്ല ഇവിടെ ഭരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി അവർക്കൊരു ഭരണം കിട്ടി വരട്ടെ. ഇതേപോലെ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടെങ്കിൽ ഇതിനപ്പുറമായിട്ട് ഞാൻ നിശ്ചിതമായിട്ട് ഞാൻ വിമർശിക്കും. അതിന് സംശയമൊന്നും വേണ്ട, ഞാനൊരു പൗരനാണ്, ആ രീതിയിലേ ഉള്ളൂ. അപ്പോൾ ശ്രീമതി കെ ശൈലജ ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള അന്തസ്സുള്ള പാർട്ടി പ്രവർത്തക, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ്. അവർക്ക് മട്ടന്നൂർ സീറ്റില്ല എന്ന് പറയുന്നത് എന്ത് ദ്രോഹമാണ്. മട്ടന്നൂർ അവർ മത്സരിച്ചാൽ നിസ്സംശയം ജയിക്കേണ്ട ഒരു സ്ഥലമാണ് അവരുടേത്. പക്ഷേ അവിടെ അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല, അത്രയേ ഉള്ളൂ. അത് വേറെ ചെറുപ്പക്കാരെയോ ആരെയൊക്കെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നത്, ചെറുപ്പക്കാരെ വേണ്ടെന്നുള്ളതല്ല, ആവശ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും വഹിക്കാൻ പ്രാപ്തയായ, അതിന് യോഗ്യയായ ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് തഴയുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവർ മിടുക്കിയായതുകൊണ്ടാണ്. അങ്ങനെയുള്ളവരെയൊന്നും പാർട്ടിക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, മിടുക്കരെ ആരെയും വേണ്ട. തോമസ് ഐസക്കിന് വേണ്ട, ജി സുധാകരന് വേണ്ട, ശൈലജ ടീച്ചറിന് വേണ്ട. അവസാനം ശൈലജ ടീച്ചറിൻ്റെ പേര് മട്ടന്നൂർ വന്നിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്, മട്ടന്നൂർ കൊടുക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ജി സുധാകരനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട്. അങ്ങനെ ഒരു പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരിഗണനയേ ഇല്ല എന്ന് വളരെ തുറന്നടിച്ചായിരുന്നു ശ്രീ എം വി ഗോവിന്ദൻ. ഭാര്യയെ മത്സരിപ്പിക്കുന്നുണ്ട്, അത് ചെയ്യാമല്ലോ. പക്ഷേ ശൈലജ ടീച്ചറിന് മട്ടന്നൂർ കൊടുക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ജയിച്ചു വരും, അതാണ് പ്രശ്നം. അങ്ങനെ ആ സീറ്റ് പോയാലും വേണ്ടിയില്ല, അതാണ് കാര്യം. അതായത് ഈ ആങ്ങളെ മരിച്ചാലും വേണ്ടിയില്ല, സഹോദരൻ മരിച്ചാലും വേണ്ടിയില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന ആ സിദ്ധാന്തമാണ്. എന്നിട്ട് ശൈലജ ടീച്ചറിന് പേരാവൂർ കൊടുക്കാമെന്ന്. പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ സണ്ണി ജോസഫിൻ്റെ മണ്ഡലം, അവിടെയാണ് അദ്ദേഹമാണ് മത്സരിക്കുന്നത്. സണ്ണി ജോസഫിന് അവിടെ നല്ല വേരോട്ടമുള്ള സ്ഥലമാണ്. സണ്ണി ജോസഫ് 3 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്നതാണ്, 3 ടേമായിട്ട് MLA ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നല്ല പിടിയുണ്ട് സണ്ണി ജോസഫിന്. അവിടെ ശൈലജയെ മത്സരിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തിയെടുക്കാനുള്ള ഒരുക്കമാണ്. മട്ടന്നൂർ അല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കേണ്ടതാണ് അവർ. അല്ലെങ്കിൽ പേരാവൂർ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നിങ്ങളെ നന്നാക്കാനല്ല, പാർട്ടിക്ക് വേണ്ടി സീറ്റ് പിടിച്ചെടുക്കാൻ ചെയ്യണം. നിങ്ങൾ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതാണ്? പിടിച്ചെടുത്താലും നിങ്ങളെ ഒരു MLA ആയിട്ട് എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുത്തിയേക്കും, അത് ചെയ്യുള്ളൂ. ഈ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാലും അത് തിരിച്ചറിയണം. നേരെ മറിച്ച് ഫൈറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യത്തിൽ സ്ത്രീകൾ പുറകോട്ട് പോകരുത്, പിന്നോട്ട് പോകാൻ പാടില്ല. ഇത് മട്ടന്നൂരിൽ ആ സീറ്റ് നേടിയെടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. മട്ടന്നൂർ ഇത്രയും സീനിയറായിട്ടുള്ളൊരു നേതാവ് ചോദിക്കുന്ന ഒരു സ്ഥലം കൊടുക്കാതെ പാർട്ടി തോന്നുമ്പോൾ അവരെ എടുത്തിട്ട് തട്ടിക്കളിക്കാനുള്ളതാണെങ്കിൽ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഏറ്റെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേൾക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ആലോചിക്കണം. കാരണം ഇങ്ങനെ ഒരാളെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നും ഒരു വനവാസത്തിലേക്ക് തള്ളിവിടുക എന്നും ഉള്ള ഒരു രീതിയാണ് അവലംബിക്കാൻ പോകുന്നത്. അതിന് നിന്ന് കൊടുക്കരുത്. മട്ടന്നൂരിൽ തന്നെ മത്സരിക്കുന്നെങ്കിൽ നിങ്ങൾ മട്ടന്നൂരിൽ മത്സരിക്കണം. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ്.